ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസ് അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻറ് വിസ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസ ഹോൾഡേഴ്സ് അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ ഒരു അവകാശത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നും ഉണ്ടല്ല, ഞാനിവിടെ സ്റ്റുഡൻറ് വിസയിലാണ് വന്നതെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഞാനിവിടെ സ്റ്റുഡൻറ് വിസയിൽ വന്ന് ഞങ്ങൾ കുറച്ച് മലയാളികളായിട്ട് ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി അവനൊരു ഓൾഡൻ കാറ് വാങ്ങിച്ചു. എന്നാൽ അവൻ ഈ കാറ് വാങ്ങിച്ച് പിറ്റേ ദിവസം ഈ കാറ് ആക്സിഡൻറ്റിൽ പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് ഈ അവകാശം അല്ലെങ്കിൽ ഈ റൈറ്റിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്കുണ്ടായ കുറച്ച് നഷ്ടങ്ങളുണ്ടായി. അതേ വർഷം, അതായത് 2012 തന്നെയാണ് ഈ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ഓർഗനൈസേഷനും ഉണ്ടാകുന്നത്. പക്ഷെ അന്ന് നമ്മൾ സ്റ്റുഡൻ്റ് ആയിരുന്നു, നമ്മൾക്ക് ഈ അവകാശങ്ങളെ കുറിച്ച് അന്വേഷിക്കാനും നേരില്ല, ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ഒരു സമയമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാണ്ട് പോയി. ഈ സംഭവം ഇന്ന് നിങ്ങൾ ആദ്യമായിട്ട് പെർമനന്റ് റെസിഡൻ്റ് ആയിട്ട് ഓസ്ട്രേലിയയിൽ വന്നവർക്ക് അല്ലെങ്കിൽ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഇതേ അവസ്ഥ ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ ആണ് ഞാൻ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ ആ കൂട്ടുകാരൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു കാറ് പാരൻസിൻ്റെ സഹായമില്ലാണ്ട് സ്വന്തമായി ഇവിടുത്തെ അധ്വാനം കൊണ്ട് വാങ്ങിച്ച ആ കാറ് ആക്സിഡൻറ്റിൽ പെട്ടു. അത് അവൻ്റെ ഫോൾട്ട് കൊണ്ടല്ല, മറ്റേ ഡ്രൈവറിൻ്റെ ഫോൾട്ട് കൊണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായ കുറ്റത്താൽ, അതായത് അവൻ്റെ കുറ്റം കൊണ്ടല്ലാണ്ട് അവൻ്റെ കാർ ആക്സിഡൻ്റ് ആയി. പക്ഷേ എന്തുണ്ടായി, അവൻ്റെ കാറ് നന്നാക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനി അത് റൈറ്റ് ഓഫ് ചെയ്തു. അതായത് കണ്ടം തള്ളി, അതായത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളി അവൻ്റെ വണ്ടി. അപ്പോൾ അവൻ വലിയ വണ്ടിയൊന്നും അല്ലെങ്കിലും സെക്കൻഡ് ഹാൻഡ് കാറാണ് വാങ്ങിച്ചത്. ആ കാറ് വാങ്ങിച്ചതിൻ്റെ പൈസയുടെ ഒരു 3/4 അവന് കിട്ടി, ബാക്കിയൊക്കെ അവന് നഷ്ടമായി. അപ്പോൾ ഈ ഒരു നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ് വിസയിലുള്ളവർക്ക് അതൊരു വലിയൊരു നഷ്ടമാണ്. അപ്പോൾ ഈ നിയമത്തെക്കുറിച്ച് അന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ കുറേ ഗുണങ്ങളുണ്ടായിരുന്നതിന്. ആ ഗുണങ്ങളാണ് നിങ്ങളെ ഞാൻ അറിയിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു സുഹൃത്ത് വർഷങ്ങൾക്ക് ശേഷം, അതായത് ഒരു 2015, 2016, 2017 സമയത്ത് അവനൊരു വോൾസ്വാഗൻ പോളോ വാങ്ങിച്ചു. അവൻ പുത്തൻ വണ്ടി വാങ്ങിച്ചു, വോൾസ്വാഗൻ പോളോ. ആ വണ്ടി അവൻ ഇൻഷുറൻസ് കമ്പനിയിൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എടുത്തു. അതായത് വിത്ത് എഗ്രീഡ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വാങ്ങിച്ച വിലയ്ക്ക് തന്നെ അവൻ ഇൻഷുറൻസ് ചെയ്തു. അതായത് വണ്ടി ഇപ്പോൾ എങ്ങനെയും റൈറ്റ് ഓഫ് ആക്സിഡൻറ്റിൽ പെട്ട് റൈറ്റ് ഓഫ് ആവുകയാണെങ്കിൽ ആ വണ്ടിയുടെ അതേ വില തന്നെ ഇവന് ആ ഇൻഷുറൻസ് കമ്പനി കൊടുക്കാവുന്ന രീതിയിലുള്ള തരും എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് പോളിസി അവനെടുത്തു. അവൻ്റെ നിർഭാഗ്യം കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവൻ്റെ കാറ് വേറെ കാറ് വന്ന് ഇടിച്ച് അവൻ്റെ കാറ് റൈറ്റ് ഓഫ് ആയി. അതായത് ഒരു 3-4 വണ്ടികൾ കൂട്ടിയിടിച്ച് അവൻ്റെ കാറ് ഇതിൻ്റെ ഇടയിൽപ്പെട്ട് അവൻ്റെ കാറ് റൈറ്റ് ഓഫ് ആയി. എന്നാൽ അവന് ഇൻഷുറൻസ് കമ്പനി ആ വണ്ടിയുടെ ആ തുക തന്നെ അവന് കൊടുത്ത് ഇവനെ സെറ്റിൽ ചെയ്തു. എന്നാൽ അവന് ഈ നിയമം അറിഞ്ഞിരുന്നെങ്കിൽ അവന് കുറച്ചും കൂടി മെച്ചമുണ്ടായിരുന്നേനെ. അതാണ് നിങ്ങളുടെ ഓസ്ട്രേലിയയിലുള്ള ഡ്രൈവ് ചെയ്യാനുള്ള അവകാശം. അപ്പം നിങ്ങളുടെ ഈ അവകാശത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഇവിടെ വരുന്നവർ, പ്രത്യേകിച്ച് ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് അറിയാത്തവരും ഇവിടുത്തെ അവകാശങ്ങളെക്കുറിച്ച് അറിയാത്തവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഈ ഞാൻ പറയാൻ പോകുന്ന അവകാശത്തിന് വേണ്ടി നിങ്ങളുടെ വണ്ടി ഓടിക്കാനുള്ള അവകാശം, ഓസ്ട്രേലിയയിലെ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലെ വണ്ടി ഓടിക്കാനുള്ള നിങ്ങളുടെ ഈ അവകാശത്തിനെ സംരക്ഷിക്കാൻ ഒരു സ്ഥാപനം 2012 ഫോം ചെയ്തിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ പേര് വേറൊന്നുമല്ല, റൈറ്റ് ടു ഡ്രൈവ്. എന്നാൽ ഈ സ്ഥാപനം ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. എന്നാൽ ഈ സ്ഥാപനത്തിന് ഇൻഷുറൻസ് കമ്പനികളായിട്ടൊന്നും കണക്ഷൻ ഇല്ല. ഈ സ്ഥാപനം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവർ
ആക്സിഡൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നു, ഇവരോട് പറയുന്നു ഇത് നമ്മുടെ ഫോൾട്ട് കൊണ്ടല്ല ഉണ്ടായേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ അത് ചെക്ക് ചെയ്യും, ഇത് നമ്മുടെ ഫോൾട്ട് കൊണ്ടാണോ എന്നുള്ളതൊക്കെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വെച്ച് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവർ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് അവർ നമുക്ക് വേണ്ടി ഒരു ക്ലെയിം നടത്തും. അതായത് ആ ക്ലെയിമിൽ അവർ പറയുന്നത് നമ്മുടെ ക്ലയൻറ്റ്, അതായത് നമ്മളുടെ ഫോൾട്ട് കൊണ്ടല്ല ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്, അതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി പോയ സമയം തൊട്ട് എനിക്ക് പുതിയ വണ്ടി കിട്ടുന്നത് വരെ എനിക്ക് എൻ്റെ വണ്ടിയുടെ അതേ റേഞ്ചിലുള്ള വണ്ടി, അതായത് ഇപ്പം നിങ്ങളൊരു ഓടി ഓടിക്കുകയാണ്, ആ ഓടിയുടെ സെഡാൻ ആണെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഓടിയുടെ സെഡാനോ അല്ലെങ്കിൽ മെഴ്സിഡസോ അല്ലെങ്കിൽ BMW അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള കംഫർട്ടിലുള്ള വണ്ടി എനിക്ക് ലോൺ ചെയ്ത് തരാനുള്ള അവകാശം എനിക്ക്, അതായത് വാടകയ്ക്ക് തരാനുള്ള അവകാശം എനിക്കുണ്ട്. വാടകയ്ക്കല്ല, ഫ്രീ ആയിട്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഔഡി വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടു, നിങ്ങളുടെ കാരണം കൊണ്ടല്ല, വേറൊരാൾ വന്ന് ഇടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഔഡി നന്നാക്കി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഔഡിയുടെ റീപ്ലേസ്മെൻറ്റ്, അതായത് ഇപ്പോൾ റൈറ്റ് ഓഫ് ചെയ്ത പുതിയ വണ്ടി കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ലോൺ കാർ മറ്റ് ആക്സിഡൻറ്റ് വരുത്തിയ ആളുടെ ഇൻഷുറൻസ് വെച്ച് കിട്ടാൻ അവകാശമുണ്ട്. അപ്പോൾ ഈ റൈറ്റ് ടു ഡ്രൈവ് എന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു ഡ്രൈവ് എന്ന നമ്മുടെ റൈറ്റ് വെച്ചിട്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഭവം ഉണ്ടായി, കോടതിയിൽ നിന്നൊരു വിധി, ആ വിധീനെ ബേസ്ഡ് ആയിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത്. കുറേ വിധികളുണ്ട്, അതിലത്തെ ഒരു വിധിയാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, വേറെ ഒന്നുമില്ല. ഒരു ഏകദേശം 2017 ഒരാൾ ഒരു ഔഡിയും വേറെ ആൾ ഒരു BMW ഇതുപോലെ ആക്സിഡൻറ്റിൽ പെട്ടു. അവരുടെ ഫോൾട്ട് കൊണ്ടല്ല ആക്സിഡൻറ്റിൽ പെട്ടത്, വേറെ ആൾ വന്ന് പുറകിൽ നിന്ന് ഇടിച്ച് ഇവരുടെ വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടു. അപ്പോൾ ഇവരുടെ വണ്ടി റൈറ്റ് ഓഫ് ആയി, അതായത് വണ്ടി നന്നാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പുതിയ വണ്ടി റൈറ്റ് ഓഫ് ആയി, നിങ്ങൾക്ക് ഈ വണ്ടിയുടെ പൈസ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വണ്ടി റീപ്ലേസ് ചെയ്ത് തരും. അപ്പോൾ ഇതായിരുന്നു അവരുടെ ഇൻഷുറൻസുകാർ ഇവർക്ക് നൽകിയിരുന്ന പോളിസി, അല്ലെങ്കിൽ ഇവർക്ക് നൽകിയിരുന്ന എഗ്രിമെൻറ്റ്. അതായത് നിങ്ങളുടെ വണ്ടി റൈറ്റ് ഓഫ് ചെയ്താൽ ഒന്നില്ലെങ്കിൽ ആ വണ്ടിയുടെ വില നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടിയുടെ അതേ വിലയ്ക്കുള്ള വേറെ വണ്ടി പുതിയ വണ്ടി വാങ്ങിച്ച് തരും. അപ്പോൾ ഈ ഓപ്ഷൻ ഇവർക്കുള്ളപ്പോൾ ഇവരുടെ വണ്ടി ആക്സിഡൻറ്റിൽ പെട്ട് ഇവർ പുതിയ വണ്ടി മതി എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുത്തു, എഗ്രിമെൻറ്റ് അപ്രൂവ് ചെയ്തു. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് അത്ര നാൾ ഇവരെന്ത് ചെയ്തു, ഇവർ റൈറ്റ് ടു ഡ്രൈവിൽ പോയി കോണ്ടാക്ട് ചെയ്തു. അവർ അത്ര നാൾ സെയിം ഈക്വലൻ്റ് വണ്ടി റെൻറ്റിന് കൊടുത്തു. ഇതൊക്കെ ഓപ്പോസിറ്റ് ആക്സിഡൻറ്റ് വരുത്തിയ ആളുടെ ഇൻഷുറൻസിൽ നിന്നാണ് ഈ പൈസ പിടിക്കുക. അപ്പോൾ ഈ പുതിയ വണ്ടി ഇവർക്ക് കിട്ടാൻ വേണ്ടി 3 മാസത്തോളം എടുത്തു. അതായത് ഓർഡർ കൊടുത്ത്, ആ വണ്ടി സ്റ്റോക്ക് ഉണ്ടാവില്ലല്ലോ, അത് ഓർഡർ കൊടുത്ത് വരണം. അപ്പോൾ അത് 3 മാസത്തോളം എടുത്തു. ആ 3 മാസം ഇവർ അതേ ഈക്വലൻ്റ്, അതായത് അവരുടെ ഓടി ആണെങ്കിൽ ഓടിയുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഇവർക്ക് റൈറ്റ് ടു ഡ്രൈവുകാർ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ മറ്റേ ഇൻഷുറൻസുകാർ പറഞ്ഞു ഇത് നഷ്ടമാണ്, നിങ്ങൾ ആ പൈസ വാങ്ങിച്ച് വേറെ വല്ല വണ്ടി വാങ്ങണം. 3 മാസത്തേക്ക് ആ ഇൻഷുറൻസുകാരിൽ നിന്ന് പൈസ വാങ്ങിച്ച് വണ്ടി എടുത്താൽ അവർക്ക് നഷ്ടം. അപ്പോൾ ഇതങ്ങനെ കോടതിയിൽ പോയി. അതൊക്കെ ഈ റൈറ്റ് ടു ഡ്രൈവുകാർ കോടതി കാര്യങ്ങളൊക്കെ നോക്കും. അവർ കോടതിയിൽ പോയി അതൊക്കെ ചെയ്ത് അവസാനം കോടതി പറഞ്ഞു ഈ റൈറ്റ് ടു ഡ്രൈവ് പറയുന്നത് കറക്റ്റാണ്. അതായത് ഈ ഓടിക്കാരൻ അല്ലെങ്കിൽ ഈ BMW കാരൻ അവരുടെ കുറ്റം കൊണ്ടല്ല അവരുടെ വണ്ടി നഷ്ടപ്പെട്ടത്. അപ്പോൾ അവർക്ക് പുതിയ വണ്ടി കിട്ടുന്നത് വരെ, ഇൻഷുറൻസുകാർ പറഞ്ഞ പുതിയ വണ്ടി കിട്ടുന്നത് വരെ അവരുടെ വണ്ടി ഓടിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് ഒരു ലോൺ കാർ കൊടുക്കണം, അതേ റേഞ്ചിലുള്ള ലോൺ കാർ കൊടുക്കണം. അപ്പോൾ ആ ലോൺ കാറിൻ്റെ പൈസ മറ്റവർ കൊടുക്കണം എന്ന് പറഞ്ഞൊരു വിധി വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അവകാശം നിലനിർത്തുന്ന ഒരു വിധി. ഇതാണ് എനിക്ക് സ്ട്രൈക്കായ ഒരു വിധി, പല വിധികളിൽ ഒന്ന്. അപ്പോൾ ഈ റൈറ്റ് ടു ഡ്രൈവ്, ഓടിക്കാനുള്ള നിങ്ങളുടെ അവകാശം എന്ന നിങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾ സ്റ്റുഡൻസ് ആയിട്ടിരുന്ന, ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പല ഗുണങ്ങളും ഉണ്ടായേനെ. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞ ആദ്യത്തെ കൂട്ടുകാരൻ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കാർ വാങ്ങിച്ചു, പിറ്റേ ദിവസം ആക്സിഡൻ്റ് ആയി. അവൻ്റെ കാറിൻ്റെ 3/4% പൈസ അവന് തിരിച്ചു കിട്ടി, 1/4% അവന് നഷ്ടമായി.
അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവന് പൈസ അവന് നഷ്ടമായി. മാത്രമല്ല പിന്നെ അവന് കുറച്ച് നാളത്തേക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് അന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ റൈറ്റ് ടു ഡ്രൈവിൽ പോയി ക്ലെയിം ചെയ്തിരുന്നെങ്കിൽ അവർ നമുക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് വണ്ടി, ലോൺ വണ്ടി ഫ്രീ ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അവർ തരുമായിരുന്നു. അതേ റേഞ്ചിലുള്ള പഴയ വണ്ടി നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തരുമായിരുന്നു. അവന് ജോലിക്ക് അതിൽ പോകാമായിരുന്നു. അവന് വേറെ പിന്നെ അവന് ആ സമയം കൊണ്ട് പുതിയ വണ്ടി വാങ്ങുന്നത് വരെയുള്ള സമയം അവന് ഈ വണ്ടി ഓടിച്ച് നടക്കാമായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് നിർഭാഗ്യവശാൽ അറിയാണ്ട് പോയി. ആ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ സുഹൃത്ത്, പുതിയ വോൾസ്വാഗൻ പോളോ വാങ്ങിച്ച സുഹൃത്ത്, അവൻ്റെ വണ്ടിയും ഇതുപോലെ പോയിട്ട് അവൻ്റെ ആ വണ്ടിയുടെ മൊത്തം പൈസയും കുറഞ്ഞിട്ട് അവന് ഓൾമോസ്റ്റ് മൊത്തം പൈസ അവന് തിരിച്ചു കിട്ടി. അവൻ പിന്നെ പോയി വേറെ ഒരു വണ്ടി വാങ്ങിച്ചു. പക്ഷേ അത്ര നാൾ അവൻ ആ വണ്ടിക്ക് വേണ്ടി അവൻ ഓടി നടന്നിരുന്നു. ആ സമയം അവന് അതേ വണ്ടി അല്ലെങ്കിൽ അതേ റേഞ്ചിലുള്ള വണ്ടി ഈ നിയമം അറിയുന്നിരുന്നെങ്കിൽ അവന് കിട്ടിയായിരുന്നേനെ. എന്നാൽ ചില ഇൻഷുറൻസ് കമ്പനിക്കാർ ആക്സിഡൻറ്റിൽ പെട്ട ലോൺ കാർ കൊടുക്കും. അവരവരുടെ പോളിസിയിൽ അത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ അവരൊരു പഴയ ലോൺ കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയെ കൊടുക്കുകയുള്ളൂ. പക്ഷേ ഈ റൈറ്റ് ടു ഡ്രൈവിൽ പോവുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഷുറൻസ് കമ്പനിയായിട്ടൊരു ഡീലും ഇല്ല. ഇവർ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്തും അതേ റേഞ്ചിലുള്ള വണ്ടി തന്നെ ഇവർ കൊടുക്കും. എന്നിട്ട് അത് ഇൻഷുറൻസുകാരിൽ നിന്ന് ക്ലെയിം ചെയ്ത് വാങ്ങിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ SUV പോയി ഇടിച്ചു കഴിയുമ്പോൾ അവരൊരു സാധാ സെഡാൻ തന്നിട്ട് നമുക്ക് ഉപയോഗം നടക്കില്ല. നമുക്ക് ഫാമിലി വലുതാണ്, പിള്ളേരുണ്ട്, അവരെ ഡ്രോപ്പ് ചെയ്യണം, നമ്മുടെ സാധനങ്ങൾ, ജോലിയുടെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നടക്കില്ല. അപ്പോൾ അതേ റേഞ്ചിലുള്ള അതേ ഫെസിലിറ്റി ഉള്ള വണ്ടികൾ കിട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് ഈ റൈറ്റ് ടു ഡ്രൈവ് എന്ന കാര്യം അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത്ര നാൾ നിങ്ങളെ കവർ ചെയ്യാൻ ഈ വണ്ടി കിട്ടും. എന്നാൽ ഈ വണ്ടിയുടെ ചാർജ്, അതായത് ഈ വണ്ടി എങ്ങനെയാണ്, ഈ വണ്ടിക്കുള്ള വാടക നമ്മളെ ഇടിച്ച് നമ്മളെ ഈ അവസ്ഥയിലാക്കിയ വണ്ടിക്കാരുടെ ഇൻഷുറൻസിൽ നിന്നാണ് ക്ലെയിം ചെയ്തെടുക്കുന്നത്, അല്ലാണ്ട് നമ്മുടെ ഇൻഷുറൻസിൽ നിന്നല്ല. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഓസ്ട്രേലിയ വരുന്നവർ, ഇതിനെക്കുറിച്ച് അറിയാത്തവർ, സ്റ്റുഡൻസ്, ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. അതായത് ഡിസ്കംഫർട്ട്, ഇൻകൺവീനിയൻസ് ഇതൊക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ വണ്ടി ഓടിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ആ സൈറ്റിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും ഞാൻ പറയാം. അപ്പോൾ ഈ റൈറ്റ് ടു ഡ്രൈവ് എങ്ങനെ ക്ലെയിം ചെയ്യാം? അത് വേറെ ഒന്നല്ല, അവരുടെ വെബ്സൈറ്റിൻ്റെ പേരാണ് right2drive.com.au. ആ സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് യുവർ എലിജിബിലിറ്റി ഉണ്ട്. അതിൽ കയറി എലിജിബിലിറ്റി ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ക്ലിയർ ആയില്ലെങ്കിൽ അവിടെ ഒരു 1300 ഫോൺ നമ്പർ ഉണ്ട്, കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് സംസാരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിൽ തന്നെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് നിങ്ങളുടെ അതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവരത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അതായത് ഒരുവിധം എല്ലാം 24 to 48 hours അവർ നിങ്ങളെ അതിൻ്റെ റിസൾട്ട് അറിയിക്കും. നിങ്ങൾക്ക് വണ്ടി കിട്ടുമോ ഇല്ലയോ, നിങ്ങളുടെ ഫോൾട്ടല്ലോ എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വണ്ടി ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുതരും. മാത്രമല്ല, നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ അറിയിച്ചാൽ മതി. അവർ നമ്മുടെ സെറ്റിൽമെൻറ്റ് കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റേ കാറിന് പകരം റീപ്ലേസ്മെൻറ്റ് കാർ കിട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാർ നന്നാക്കി കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഈ വണ്ടി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അത് കഴിയുമ്പോൾ അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വരുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന സിറ്റിസൻസോ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അൺഫോർച്ചുനേറ്റ്ലി ആക്സിഡൻറ്റിൽ പെട്ട് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലാണ്ട് ആക്സിഡൻറ്റിൽ പെട്ട് നിങ്ങളുടെ വണ്ടി നന്നാക്കാനോ റൈറ്റ് ഓഫ് വേ ചെയ്ത് പോയിട്ട് നിങ്ങൾ പുതിയ വണ്ടി വാങ്ങുന്നത് വരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി നന്നാക്കി കിട്ടുന്നത് വരെയോ നിങ്ങൾക്ക് ലോൺ കാർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അതേ റേഞ്ചിലുള്ള, അതായത് അതേ കംഫർട്ട് അതേ റേഞ്ചിലുള്ള വണ്ടി നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് കിട്ടും, ഇതറിയുകയാണെങ്കിൽ. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും അപകടത്തിൽപ്പെട്ട ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം ഇതിനെക്കുറിച്ച്, ഈ റൈറ്റ് ടു ഡ്രൈവ് എന്ന നമ്മളുടെ അവകാശത്തെക്കുറിച്ച്, നമ്മുടെ റൈറ്റിനെ കുറിച്ച്
മുമ്പ് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ കുറേ പൈസ സേവ് ചെയ്യായിരുന്നു. അതായത് ഒരാൾക്ക് 75% റീഫണ്ടായിട്ട് കിട്ടിയുള്ളൂ. പിന്നെ കുറേ നാൾ വണ്ടി ഇല്ലാണ്ടും വേറെ വണ്ടി അന്വേഷിച്ച് നടക്കേണ്ടി വന്നു. അപ്പോൾ അവനുണ്ടായ ചിലവുകളൊക്കെ അവന് നഷ്ടമാണ്. ആ ചിലവുകളൊക്കെ നമുക്ക് ഉണ്ടാവാണ്ട് നമുക്ക് ഒരു ലോൺ കാറായിട്ട് വേറെ വണ്ടി റീപ്ലേസ് ചെയ്യുന്നവരെ നടക്കാമായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തവനും അവൻ വണ്ടി മാറ്റുന്ന ആ സമയത്ത് വണ്ടി തപ്പി നടക്കുന്ന സമയത്തും അവന് ലോൺ കാറായിട്ട് അതേ റേഞ്ചിലുള്ള ഒരു വണ്ടി കിട്ടി അവൻ്റെ ജോലിക്കോ ഫാമിലി ജീവിതങ്ങൾക്കോ തടസ്സമില്ലാണ്ട് നടക്കാമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് അറിയിക്കുക, നിങ്ങളുടെ വണ്ടി ഓടിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഡ്രൈവ്. അപ്പോൾ ഈ റൈറ്റ് ടു ഡ്രൈവിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിൽ നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്ത ക്ലെയിമുകളും കുറേ കൊടുത്തിട്ടുണ്ട്, കോടതി കേസുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വായിച്ച് അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ right2drive.com.au എന്ന സൈറ്റിൽ കയറി നിങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ അറിയുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയത്തിലുള്ളവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്, നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ കയറി അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അത് മറ്റവർ കയറി അപ്ലൈ ചെയ്ത് നിങ്ങളുടെ നിന്ന് വാങ്ങിച്ച് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഇത് നാട്ടിലും ഇതുപോലത്തെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കൊണ്ട് ആരെങ്കിലും കൊണ്ട് പറ്റുമെങ്കിൽ അതും നടത്തിക്കൊണ്ടുവരാം. അങ്ങനെ എല്ലാം ഇമ്പ്രൂവ് ആയി വരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദ ഓഡ് കാച്ചി ടോക്ക്.